ഓൾ, വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത് PSCയുടെ പൊളിറ്റി വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ CPO WCPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി സ്റ്റിൽ 10th ബേസിസിലും 12th ബേസിസിലും ഉള്ള എല്ലാ എക്സാംസിൽ നിന്നും PSC ഇതുവരെ മെയിനായിട്ട് റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഹൈ പ്രോബബിലിറ്റി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതെന്നാണ് ചോദ്യം വരുന്നത്. ഇതിന്റെ ആൻസർ നമുക്കറിയാം 356 പ്രകാരമാണ്. അപ്പൊ ഈ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും തെറ്റിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. രാഷ്ട്രപതി ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് എമർജൻസി ആണ്. ഓക്കെ, ഈ എമർജൻസി എന്നുള്ള പ്രൊവിഷൻ, അതായത് ഇപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് കടമെടുത്തിട്ടുള്ള ഭരണഘടനയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് ഈ ഒരു എമർജൻസി പ്രൊവിഷൻ കടമെടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ വരുന്നത് ജർമ്മനിയാണ്. പ്രത്യേകം നോട്ട് ചെയ്യാം. പിന്നെ ഇനി നാഷണൽ എമർജൻസി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ വരുന്നത് 352 ആണ്, അത് മറക്കരുത്. പിന്നെയുള്ളത് എന്താ പറയുക, ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ വരുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 360 പ്രകാരമാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? ഈ 3 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് ഇവിടെ ചോദിക്കുന്നത്. ഏത് ആർട്ടിക്കിളിലാണ് റൈറ്റ് ടു ഇക്വാലിറ്റി പറയുന്നത്? ആർട്ടിക്കിൾ 14 അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്രാമത്തെ ഭാഗത്താണ് ഭരണഘടനയുടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? 3ാമത്തെ ഭാഗത്താണ് ഭരണഘടനയുടെ 3ാമത്തെ ഭാഗത്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശം മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഏത് ഭരണഘടനയിൽ നിന്നാണ് ഈ തുല്യതയ്ക്കുള്ള അവകാശം കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നാണ്, UK ഗവൺമെന്റിൽ നിന്നാണ്. WCPO 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം നോക്കാം കേട്ടോ. ഇത്രയും പോയിന്റ്സ് ഇവിടെ കിട്ടിയില്ലേ? ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നമ്മുടെ ഈ ഒരു ഭാഗങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ PSC ചോദിക്കുമ്പോൾ DPSPയും ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും മിക്സ്ഡപ്പ് ആവാതെ ശ്രദ്ധിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3ഉം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി DPSP എന്ന് പറയുന്നത് പാർട്ട് 4ഉം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് പാർട്ട് 4A ആണെന്നുള്ള കാര്യം ഓർഡർ തെറ്റാണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് 4ലാണ് 36 മുതൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഈ ഒരു DPSP മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി DPSPയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? DPSP എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഏത് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന ബോറോ ചെയ്തിട്ടുള്ളത്? ഏത് രാജ്യത്തിൽ നിന്നാണ്? അതെ, അയർലൻഡിൽ നിന്നാണ് അല്ലേ? അയർലൻഡിൽ നിന്നാണ് ഈ ഭരണഘടന DPSP ഭരണഘടന എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ആശയം കടമെടുത്തിട്ടുള്ളത്. ഇനി DPSP ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പോലെ ജസ്റ്റിഷ്യബിൾ ആണോ? അല്ല, ജസ്റ്റിഷ്യബിൾ അല്ല. നമുക്ക് കോടതിയിൽ പോയിട്ട് DPSPനെ എന്തെങ്കിലും നമുക്ക് എന്താ പറയാ, അത് ആരെങ്കിലും ഹരിക്കുകയാണെന്ന്, ആ നിയമത്തിൽ ആരെങ്കിലും ഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കോടതിയിൽ പോയിട്ട് നമുക്കത് നേരിട്ട് കേസ് കൊടുത്തൊന്നും ചെയ്യാനായിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റില്ല ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പോലെ. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ നോക്കുക. പിന്നെ DPSPന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക? യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന കാര്യം ഏത് ആർട്ടിക്കിളിലാണ് DPSPയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്? ആർട്ടിക്കിൾ 44ലാണ് യൂണിഫോം സിവിൽ കോഡ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും പോയിന്റ്സ് ഇവിടെ കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? ഇതും PSC എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. LGS മെയിൻസ് ചോദിച്ചിട്ടുള്ളത് പോലെ പോലീസ് കോൺസ്റ്റബിളിന്റെ മെയിൻസ് എക്സാംസിലും ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ മെയിൻസും പ്രിലിംസും ഒരുമിച്ച് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഈ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് ആരെ നിയമിക്കുന്നത്? ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാരെ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കോർട്ടിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമുക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്.
ഈ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 226 പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ഇനി സുപ്രീം കോടതിക്കാണോ ഹൈക്കോടതിക്കാണോ റിട്ട് പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ അധികാരം കൂടുതലുള്ളത്? എല്ലാവരും എഴുതും സുപ്രീം കോടതിയാണെന്ന്. അത് തെറ്റാണ്. സുപ്രീം കോടതിനേക്കാളും കൂടുതൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൂടുതലുള്ളത് ഹൈക്കോടതിക്കാണ്. കാരണം സുപ്രീം കോടതിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റൽ റൈറ്റ്സിന് മാത്രമാണ് എന്ത് പറയുന്ന ഈ ഒരു റിട്ടുകൾ പുറപ്പെടുവിക്കാനായിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വെൻ ഇറ്റ് കംസ് ടു ഹൈക്കോർട്ട്, നോർമൽ ലീഗൽ മാറ്റേഴ്സിന് നമുക്ക് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. സോ ഹൈക്കോടതിക്കാണ് സുപ്രീം കോടതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള പവർ കൂടുതലുള്ളത് എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, ഇനി രാഷ്ട്രപതിക്ക് ഓത്ത് അല്ലെങ്കിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്, അല്ലെ? നമ്മുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ് അറിയോ? ആർക്കെങ്കിലും അറിയോ? സൗമൻ സെൻ ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേര്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ പേരാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഒരു മൗലിക അവകാശമാക്കിയത്? ഈ ചോദ്യവും സ്റ്റേറ്റ്മെന്റ് ബേസിസിലായാലും വൺ വേർഡ് ബേസിസിലായാലും PSC എപ്പോഴും ചോദിക്കുന്നതാണ്. 86th അമെന്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി അമെന്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്? അമെന്റ്മെന്റ് ഏത് ആർട്ടിക്കിളിലാണ്, അതായത് ഭേദഗതികളെ കുറിച്ച് അല്ലെങ്കിൽ അമെന്റ്മെന്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368 മറക്കരുത്. ഓക്കെ, ഇനി വേറെന്തൊക്കെയാണ് ഭരണഘടനയെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ്? നമ്മുടെ ആമുഖം എത്ര പ്രാവശ്യം അമെന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്? ഒറ്റ തവണയാണ് അമെന്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് അമെന്റ്മെന്റ് ചെയ്തിട്ടുള്ളത്? 42nd അമെന്റ്മെന്റിലാണ്. നമ്മുടെ 1976 42nd അമെന്റ്മെന്റ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ് നമ്മുടെ ആമുഖം ആദ്യമായിട്ട് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഭേദഗതി ചെയ്തപ്പോൾ ഏതൊക്കെ വേർഡ്സ് ആണ് ആമുഖത്തിൽ ചേർത്തിട്ടുള്ളത്? സോഷ്യലിസ്റ്റ് അല്ല, സെക്യുലാർ ഇന്റഗ്രിറ്റി. ഈ രണ്ട് വേർഡ്സ് ആണ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലാർ ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലാർ ഇന്റഗ്രിറ്റി. ഈ 3 വേർഡ്സ് ആണ് പ്രിയാമ്പിളില് 42ാം ഭേദഗതിയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി 44th അമെന്റ്മെന്റിന്റെ പ്രത്യേകത എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും നോർമൽ ഒരു ലീഗൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റി. പണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയായിരുന്നു എന്ത്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് പിന്നീട് ഒരു നോർമൽ ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. അത് 44ാമത്തെ ഭേദഗതിയാണ്, 42 അല്ല, തെറ്റിക്കരുത്. പിന്നീട് അത് ഏത് ആർട്ടിക്കിളിലേക്കാണ് മാറ്റിയത്? 300A. ആർട്ടിക്കിൾ 300Aയിലാണ് പിന്നീട് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി ലീഗൽ റൈറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആരാണ്? ഇത് PSC എപ്പോഴും ചോദിക്കുന്ന, സ്റ്റേറ്റ്മെന്റ് ബേസിസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ബേസിസിലാണ് നമ്മുടെ ഭരണഘടനയിലെ പ്രിയാമ്പിൾ എഴുതിയിട്ടുള്ളത്. ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ എത്ര സമയമെടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടന പൂർത്തിയാക്കിയത് എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. 2 കൊല്ലവും 18 മാസവും 12 ദിവസവും അല്ലെങ്കിൽ 11 ദിവസം എന്നുള്ള ഒരു സംഭവം. 12 പറയാറുണ്ട് PSC, 11 പറയാറുണ്ട്. അപ്പൊ 2 വർഷവും 18 മാസമുള്ള ഓപ്ഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ഓപ്ഷൻ നിങ്ങൾക്ക് പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു കാര്യം ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ ഭാഗത്തു നിന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ ഏത് ക്വസ്റ്റ്യൻ ആണ് ആ ഭാഗത്തു നിന്ന് വരാറുള്ളത് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? അതെ, നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 7 പേരാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, ഇനി പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡേറ്റ് അതും ചോദിക്കാറുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡേറ്റ്, ഒരേ ഒരു ഡേറ്റ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. 26 നവംബർ 1949 എന്ന ഡേറ്റ് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. പിന്നെയുള്ള കാര്യം, എപ്പോഴാണ് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ പാർലമെന്റ് അംഗീകരിച്ചത്? 26 നവംബർ 1949. എപ്പോഴാണ് ഭരണഘടന നിലവിൽ വന്നത്? 26 ജാനുവരി 1950. 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ ഇനാക്ട് ചെയ്തതും നിലവിൽ വന്നതും തമ്മിൽ മാറി മാറി പോകരുത്, അത് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ജോയിന്റ് സിറ്റിംഗ് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും പലർക്കും സംശയം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ജോയിന്റ് സിറ്റിംഗ്, അതായത് നമ്മുടെ ലോക്സഭയും അതുപോലെ രാജ്യസഭയും പാസ്സാക്കുന്ന ബില്ലുകളിൽ എന്തെങ്കിലും ഒരു മിസ്കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ രണ്ട് സഭകളെയും വിളിച്ചു കൂട്ടുന്നത്. ഓക്കെ, ഒരു സഭ പാസ്സാക്കി മറ്റേ സഭ പാസ്സാക്കാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്ലാഷ് ഒക്കെ വരുന്ന സമയത്താണ് ഈ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു വരുത്തുന്നത്. ഇവിടെ എന്താ പറയുന്നത്, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, അധ്യക്ഷത വഹിക്കുന്നത്, അധ്യക്ഷത ആ ഒരു വേർഡ് ശ്രദ്ധിക്കുക. അത് മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അതിന്റെ ആൻസർ ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഓക്കെ, ഇനി ആരാണ് വിളിച്ചു കൂട്ടുന്നത്? അതെങ്കിൽ സമ്മോൺ, ഇംഗ്ലീഷിലാണെങ്കിൽ സമ്മോൺ എന്നാണ് പറയാ. ആ വിളിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ വിളിച്ചു കൂട്ടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാഷ്ട്രപതിയാണ് ഈ രണ്ട് സഭയിലും വിളിച്ചു കൂട്ടുന്നത്. ഏത് ആർട്ടിക്കിളിലാണ് ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ആർട്ടിക്കിൾ 108 മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. പിന്നെ 1-2 പോയിന്റും കൂടി പറയാം. മണി ബില്ല് ഏത് സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. എന്നാലും നിങ്ങളുടെ അറിവിന് വേണ്ടി ഒന്നും കൂടെ പറയാം. ലോക്സഭയിൽ മാത്രമാണ് മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, രാജ്യസഭയിൽ പറ്റില്ല. ഇനി ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആർക്ക് ചെയ്യാം? രാജ്യസഭയ്ക്ക് ചെയ്യാം. മണി ബില്ല് നമ്മുടെ ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാസ്സാക്കി കഴിഞ്ഞാൽ രാജ്യസഭ അത് തിരിച്ചയക്കാനോ റിജക്ട് ചെയ്യാനോ പാടില്ല. 14 ദിവസത്തിനുള്ളിൽ അത് പാസ്സാക്കി തിരിച്ചയക്കണം. ഇൻ കേസ് രാജ്യസഭ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പാസ്സായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യാന്നുള്ള കാര്യം പ്രത്യേകം നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര വിഭജനം? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടോ, അധികാര വിഭജനം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലിസ്റ്റുകളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറഞ്ഞേക്കണ പോലെ ചിലപ്പോൾ ബ്രാക്കറ്റിൽ ഈ ഒരു യൂണിയൻ സ്റ്റേറ്റ് കൺകറന്റ് ലിസ്റ്റ് എന്നുള്ളത് ചിലപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കില്ല. എന്നാലും അധികാര വിഭജനം എന്നുള്ളൊരു സംഭവം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അധികാര വിഭജനം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് 7 എന്നുള്ള ഒരു സംഭവം ഓർമ്മ വരണം. 7 എന്ന് പറയാനുള്ള കാര്യം എന്താണ്? 7ാം ഭാഗത്തിലാണ്, 7th ഷെഡ്യൂളിലാണ് എന്ത് പറയുന്നത്, ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. ഈ 7 തിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റ് എന്നുള്ളത് കാണാനായിട്ട് പറ്റും. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 7th ഷെഡ്യൂളിലാണ് നമ്മുടെ എന്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്? അധികാര വിഭജനം, ലിസ്റ്റുകളെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ 7 നിങ്ങൾക്ക് ഇതൊരു കോഡാണ് കേട്ടോ. അതായത് 7 നിങ്ങൾക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ L പോലെ നിങ്ങൾക്ക് പഠിക്കാം. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ് ബോറോ ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവോ? കൺകറന്റ് ലിസ്റ്റ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ അത് മാത്രം പറഞ്ഞുതരാം. ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് ബോറോ ചെയ്തിട്ടുള്ളത്. കാരണം പല സ്ഥലത്തു നിന്നാണ് നമ്മുടെ ഭരണഘടന പല ആശയങ്ങളും കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിട്ടുള്ളത് എവിടെയാണെന്നുള്ളത് PSC 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് ബോറോ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ലിസ്റ്റുകളിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ചോദിക്കുക എപ്പോഴും. പോലീസ്, വിദ്യാഭ്യാസം, അതുപോലെ വേറെ ഫോറസ്റ്റ്, ഈ ഭാഗങ്ങളൊക്കെ ഏതൊക്കെ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് PSC പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്, വിദ്യാഭ്യാസം അങ്ങനത്തെ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. അങ്ങനത്തെ ലിസ്റ്റുകളിൽ മെയിൻ ആയിട്ട് PSC ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കി പോവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഇപ്പൊ നിലവിലത്തെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, VD സതീശൻ സാർ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാൻ അപ്പോൾ മെയിൻ ആയിട്ടുള്ള വകുപ്പുകളും അത് ഡീൽ ചെയ്യുന്ന മന്ത്രിമാർ ആരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്. വുമൺ സിവിൽ പോലീസ് ഓഫീസർ 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. പിന്നെ അതുപോലെ നമ്മുടെ നിലവിലത്തെ മുഖ്യമന്ത്രി, അതുപോലെ ബാക്കിയുള്ള മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നോക്കി വെക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം ഇത്തവണത്തെ PSC പരീക്ഷയിൽ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം റീസെന്റ് ആയിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. കമ്മിങ് ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ചേർത്തത്? ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യനും ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ബേസിസിലാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. USSRൽ നിന്നാണ്, റഷ്യയിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിട്ടുള്ളത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A. അപ്പോൾ അത് നോക്കുക. പിന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ജസ്റ്റിഷ്യബിൾ ആണോ? അതായത് നമുക്ക് കോടതിയിൽ പോയി നേടിയെടുക്കാനായിട്ട് പറ്റുമോ? പറ്റില്ല. നോൺ ജസ്റ്റിഷ്യബിൾ ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് നമുക്ക്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. പാർലമെന്റിൽ ഒരു ബിൽ ധനബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അന്തിമ അധികാരം ആർക്കാണ്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക്സഭാ സ്പീക്കർക്കാണ് അന്തിമ അധികാരം. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോക്സഭാ സ്പീക്കർക്കാണ്. ഇനി മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 110 ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. മണി ബിൽ ഒരിക്കലും രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോൾ ആർക്ക് ഇൻവോൾവ് ചെയ്യാം? രാജ്യസഭയ്ക്ക് ഇൻവോൾവ് ചെയ്യാം. ഓക്കെ, അത്രയും പോയിന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. 44th ഭരണഘടനാ ഭേദഗതി, അതായത് 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും മാറ്റി ഒരു ലീഗൽ റൈറ്റ് ആക്കി ആർട്ടിക്കിൾ 300A ചേഞ്ച് ചെയ്തെന്നുള്ളതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? നിയമമന്ത്രി കേട്ടോ, ആ ഒരു പോയിന്റ് നോക്കണേ. ഡോക്ടർ BR അംബേദ്കർ. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള മന്ത്രിമാര് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ മെയിനായിട്ടൊന്ന് നോക്കി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ INC-നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതാണ് ചോദിക്കാറുള്ളത് PSC, നമ്മുടെ അതായത് ഇന്ത്യ പാർട്ടീഷൻ, അതുപോലെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏത് പ്രഭുവിന്റെ കാലത്താണ് നമ്മുടെ ഇന്ത്യയുടെ പാർട്ടീഷൻ നടന്നിട്ടുള്ളത്? അത് കേഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം വരുന്നത്. ഇനി ഹൈക്കോടതിയിൽ എത്ര പേരാണ് വരുന്നത്? 62 ആണല്ലേ വരുന്നത്. 62ലാണ് ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. പ്രായത്തിന്റെ കേസ് വരുമ്പോൾ പല കാറ്റഗറിയിലുള്ളതും ചോദിക്കാറുണ്ട്. അതായത് പ്രസിഡന്റ് ആവാനുള്ള മിനിമം പ്രായം 35 വയസ്സാണ് പ്രസിഡന്റ് ആവാനുള്ള മിനിമം പ്രായം വരുന്നത്. ഓക്കെ, ഇനി ലോക്സഭയിൽ ഒരു അംഗമാവാൻ എത്ര വയസ്സാണ് മിനിമം വേണ്ടത്? 25 വയസ്സാണ്. ഇനി രാജ്യസഭയിലാണെങ്കിലോ 30 വയസ്സാണ്. രാഷ്ട്രപതിയിൽ അതേ ഏജ് തന്നെയാണ് ഗവർണറുടെ കേസിലും വരുന്നത്, വൈസ് പ്രസിഡന്റിന്റെ കേസിലും വരുന്നത് 35 വയസ്സ് തന്നെയാണ് വരുന്നത്. ഇനി പ്രൈം മിനിസ്റ്റർ ആവാനുള്ള എത്ര വയസ്സ് വരും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെൽഫായിട്ടൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പ്രൈം മിനിസ്റ്ററിന്റെ ഏജ് മാത്രം ഇതുവരെ ഞാൻ അങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടില്ല PSC. നിങ്ങൾ സെൽഫായിട്ടൊന്ന് പ്രൈം മിനിസ്റ്ററിന്റെ ഏജ് ക്രൈറ്റീരിയ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളത് ഓടിപ്പോയി പ്രസിഡന്റ് എന്ന് കുത്തിയേക്കരുത്. കാരണം ഇതിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ചാണ് പറയുന്നത്. സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത്. ഇനി നാഷണൽ ഇലക്ഷൻ കമ്മീഷണറുടെ കേസ് വരുമ്പോൾ ആരാണ്? പ്രസിഡന്റ് ആണ് ഇലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്നത്. സോറി. ഇനി ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 324 ആണ് അല്ലെ, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് കേട്ടോ പറയുന്നത്. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ആരാണ്? റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ സംഭവം. ഡോക്ടർ BR അംബേദ്കർ. സ്റ്റേറ്റ്മെന്റ് ബേസിസിൽ എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. BR അംബേദ്കർ ആണ് ഭരണഘടനയെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ
ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്. അതിന്റെ പ്രത്യേകത എന്താണ്? ആർട്ടിക്കിൾ 32 പ്രകാരം ഇഫ് എനി ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗെറ്റ് ഡിനൈഡ് he or she can approach the Supreme Court or the High Court to get restored. എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 32 പറയുന്നത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 17 റൈറ്റ് എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. പിന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ആർട്ടിക്കിൾ 23 24. പിന്നെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഏതാണ്? ആർട്ടിക്കിൾ 21 വരുന്നത്. 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 86th അമെന്റ്മെന്റ്. അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? ലെജിസ്ലേറ്റീവ് നിയമസഭയിലെ പരമാവധി അംഗസംഖ്യയാണ് ചോദിക്കുന്നത്. ഉത്തരം 500 ആണ്. കുറഞ്ഞത് എത്രയായിരിക്കണം? 60 ആയിരിക്കണം. ഓക്കെ, ഇത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. റൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടാൻ എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് ബാക്ക് അടിച്ച് കളയുന്നത് കേട്ടോ. ഓക്കെ, അംഗങ്ങളുടെ കണക്ക് എപ്പോഴും ഇടയ്ക്ക് ചോദിക്കാറുണ്ട് PSC സ്റ്റേറ്റ്മെന്റ് ബേസിൽ നോക്കുമ്പോൾ. ലോക്സഭയുടെ പരമാവധി അംഗങ്ങൾ എത്ര? രാജ്യസഭയിലെ പരമാവധി അംഗങ്ങൾ എത്ര? പിന്നെ കേരളത്തിൽ എത്ര നിയോജന മണ്ഡലങ്ങളുണ്ട്? ഇതൊക്കെ മണ്ഡലങ്ങളുടെ എണ്ണമൊക്കെ എത്ര ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. 140 ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കൗണ്ടുകൾ, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൗണ്ടുകളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത മൗലികാവകാശങ്ങൾ നൽകുന്ന അനുച്ഛേദങ്ങൾ ഏവ? ഈ ക്വസ്റ്റ്യനും എപ്പോഴും ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 20 21 ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റദ്ദാക്കാനായിട്ട് പറ്റില്ല. അത് നാഷണൽ എമർജൻസി, ജീവിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 21 പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് പറയുന്നത്. അതൊരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റദ്ദാക്കാനായിട്ട് സാധിക്കുന്നതല്ല. പിന്നെ വേറെ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ റദ്ദാക്കണതിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പിന്നെ PSC കുറച്ച് നാളായിട്ട് ചോദിക്കുന്ന ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് വിദേശികൾക്കും നമ്മുടെ നാട്ടിലത്തെ സിറ്റിസൺസിനും ഒരുപോലെ കിട്ടുന്ന അവകാശങ്ങൾ ഏത്? ഇനി സിറ്റിസൺസിന് മാത്രം കിട്ടുന്നത്, അല്ലെങ്കിൽ ഫോറിനേഴ്സ് മാത്രം കിട്ടുന്ന അവകാശങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനത്തെ കേസിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 19 ആണ്. 19 ഒരു കാരണവശാൽ ആർക്ക് കിട്ടില്ല? ഫോറിനേഴ്സിന് കിട്ടില്ല. ഓക്കെ, പിന്നെ അതുപോലെ എന്താണ് ആർട്ടിക്കിൾ 15, അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് എന്നുള്ള ആ ഒരു സംഭവം, അത് ആർക്ക് കിട്ടില്ല? ഫോറിനേഴ്സിന് കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഫോറിനേഴ്സിന് കിട്ടുന്നതും സിറ്റിസൺസിന് കിട്ടുന്നതും ഇനി ഇതുവർക്ക് ഒരുപോലെ കിട്ടുന്നതുമായിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 2005 ഒക്ടോബർ 12. ഓക്കെ, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഒരു വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണി വരുന്നൊരു കേസാവുമ്പോൾ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ അവർക്ക് വിവരം കൊടുക്കണം? 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ കൊടുക്കണം. അപ്പൊ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, ഏത് വർഷം വന്നു? പിന്നെ അതുപോലെ ചോദിക്കാൻ സാധ്യതയില്ല GST ഏത് വർഷം വന്നു എന്നുള്ളത് ചോദിക്കും. അതുപോലെ നീതി ആയോഗ് എപ്പോഴാണ് വന്നത്? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നീതി ആയോഗ് വന്നത്. ഓക്കെ, നീതി ആയോഗ് വന്നത്. അപ്പോൾ അങ്ങനെ റീപ്ലേസ് ഡേറ്റുകൾ നല്ലോണം നോക്കുക. അപ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അത് ചോദിക്കാറുണ്ട് PSC. പിന്നെ GST നിലവിൽ വന്ന വർഷം 2017. പിന്നെ നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത വർഷം 2015. അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിലത്തെ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നിലവിൽ വന്നത് 2005. ഒരു വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും എതിരെയുള്ള ഒരു കാര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉള്ള ബേസിസിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ വിവരങ്ങൾ കൊടുത്തിരിക്കണം. പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റൈറ്റ് ടു ഇൻഫോർമേഷൻ വഴി നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, PSCയുടെ അടുത്ത റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞു തരുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? 42ാം ഭരണഘടനാ ഭേദഗതി ഏത് വർഷമാണ് വന്നത്? 1976 ഈ ഒരു അമെൻമെന്റ് വന്നിട്ടുള്ളത്. ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ
പ്രിയാമ്പിളിൽ ആദ്യമായിട്ട് ചേഞ്ച് വരുത്തിയത്, ഭേദഗതി വന്നത്, അല്ലെങ്കിൽ അതുപോലെ 3 വേർഡ്സ്, സോഷ്യൽ സെക്യുലർ ഇന്റഗ്രിറ്റി എന്നുള്ള 3 വേർഡ്സ് അതിൽ ആഡ് ചെയ്തത് ഈ ഒരു അമെൻമെന്റ് വഴിയാണ്. പിന്നെ വേറെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? അതെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭരണഘടനാ ഭേദഗതിയിലാണ്. DPSPയിൽ ഒരുപാട് ആർട്ടിക്കിൾസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ DPSPയിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗാന്ധിയൻ പോളിസീസ്, ലിബറൽ ഇന്റലക്ച്വൽ, സോഷ്യലിസ്റ്റ് പോളിസീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതിൽ പല ആർട്ടിക്കിൾസിലും മാറ്റം വരുത്തിയിട്ടുള്ളത് ഈ ഒരു ആർട്ടിക്കിൾ 42 പ്രകാരമാണ്. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് 42ാം ഭേദഗതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ 42ാം ഭേദഗതി ചെയ്ത സമയത്ത് ഒരുപാട് ഡ്രോബാക്സും ആവശ്യമില്ലാണ്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കുറെ ഇൻഡെപ്ത് ആയിട്ട് 42ാം ഭേദഗതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ വന്നിട്ടുള്ള കുറെ ഡ്രോബാക്സ് മാറ്റിയിട്ടുള്ളത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ്? 44th അമെൻമെന്റിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 1-2 പോയിന്റ്സ് നോക്കുക. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെയാണ് നാമനിർദ്ദേശം ചെയ്യാനായിട്ട് സാധിക്കുക? ആൻസർ വരുന്നത് 12 അംഗങ്ങളെ. ഈ റെക്കമെൻഡേഷൻ എന്നുള്ള സംഭവം ഭയങ്കര ഒരു കാര്യമാണ്. അതായത് റെക്കമെൻഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റിന് ചില കാര്യങ്ങളിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ചോദിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് അഡ്വൈസ് സ്വീകരിക്കാം. പ്രൈം മിനിസ്റ്ററിന്റെ സൈഡിൽ നിന്ന് സ്വീകരിക്കാം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് സ്വീകരിക്കാം. അതുപോലെ രാജ്യസഭയുടെ കേസാണെന്നുണ്ടെങ്കിൽ, ലോക്സഭയുടെ കേസാണെങ്കിൽ ഇങ്ങനെ അഡ്വൈസിങ് എന്നുള്ള സംഭവം, ആ ഒരു സംഭവം PSCയുടെ ഒരു ട്രെൻഡാണ്. അപ്പോൾ എന്തൊക്കെ കാര്യത്തിനാണ് പ്രസിഡന്റ് അഡ്വൈസ് മേടിക്കുക, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മേടിക്കുക, അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാനായിട്ട് നോക്കുക എല്ലാവരും. അത് നിങ്ങൾ ഇപ്പോൾ നോമിനേഷന്റെ കേസ് നമ്മൾ പറഞ്ഞു 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യണതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ അഡ്വൈസ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ എടുക്കുന്ന കേസ്, അതുപോലെ പ്രൈം മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്ന്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഇതും പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒറ്റ തവണയാണ് ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുള്ളത്. 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഒരു പോയിന്റ്സ് കവർ ചെയ്തിട്ടുള്ളത് വീണ്ടും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏതാണ്? 73ാം ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് വന്നത്? പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. ഏത് സംസ്ഥാനത്താണ് പഞ്ചായത്ത് രാജ് നിലവിൽ ആദ്യം വന്നത്? രാജസ്ഥാനിലാണ് അല്ലെ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്. ഓക്കെ, പിന്നെ പഞ്ചായത്ത് രാജിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. പിന്നെ മുനിസിപ്പാലിറ്റി ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് വന്നത്? 74ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് മുനിസിപ്പാലിറ്റി വന്നത്. ഓക്കെ, പിന്നെ ഏത് സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം വന്നെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, റിസർച്ച് ചെയ്ത് നിങ്ങൾ സെൽഫായിട്ടൊന്ന് കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ ഞാൻ വീണ്ടും ഇതിലൊരു ക്വസ്റ്റ്യൻ തരാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അത് കൊണ്ടുവന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ നിങ്ങൾക്കത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങളുടെ മനസ്സിൽ കയറാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് റിസർച്ച് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഞ്ചായത്ത് രാജ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 11ഉം 12ഉം ഷെഡ്യൂൾസിലാണ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിനെയും കുറിച്ച് പറയുന്നത്. ഏത് ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 73ഉം 74ലാണ്. പിന്നെ പഞ്ചായത്ത് രാജിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ബേസിക് പോയിന്റ് എവിടെയാണ്? ഗ്രാമസഭയിലാണ്. ഓക്കെ, അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നാണ് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അത് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് അയിത്ത നിർമ്മാർജ്ജനം? ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 പ്രകാരമാണ് എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി പറയുന്നത്. നമ്മുടെ പണ്ടത്തെ കാലത്ത് അയിത്തം ഭയങ്കര സ്ട്രോങ് ആയിട്ടിരുന്ന സമയത്ത് അതൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മുടെ ഈ അയിത്ത നിർമ്മാർജ്ജനത്തിനെതിരായിട്ട് ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. എബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിനെ കുറിച്ച് എപ്പോഴും PSC ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ബേസിസിൽ വരാറുണ്ട്, അതുപോലെ MCQ ക്വസ്റ്റ്യനിലും വരാറുണ്ട്. പിന്നെ ഏത് ആർട്ടിക്കിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം
ഇത് ഈ രണ്ട് ആർട്ടിക്കിൾ പറയുന്നത് ഏതൊക്കെ ആർട്ടിക്കിളിലാണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി വരുന്നത് ആർട്ടിക്കിൾ 21. ഇനി റൈറ്റ് ടു ഫ്രീഡം എവിടെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ആർട്ടിക്കിൾ 19. എത്ര ഫ്രീഡം ഉണ്ട്? നമുക്ക് 6 ഫ്രീഡംസ് ഉണ്ട്. അത് ഓർഡർ ആയിട്ട് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ആർട്ടിക്കിൾ 19 ആ ഒരു 6 ഫ്രീഡംസ്, അതായത് റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. പിന്നെ റൈറ്റ് ടു ഫോം അസോസിയേഷൻസ് ആൻഡ് യൂണിയൻസ്. അത് ഓർഡറിൽ പഠിക്കാനായിട്ട് എല്ലാവരും ഒന്ന് നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് 1953 നിയമിച്ച കമ്മീഷന്റെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. അതായത് ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ പലർക്കും പല അഭിപ്രായമായിരുന്നു. ഇപ്പൊ ഫസൽ അലിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസൽ അലിയാണ് പറഞ്ഞത് ഈ ലിംഗ്വിസ്റ്റിക് മോഡൽ, അതായത് നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഓർഗനൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു. ഇനി അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം, അത് ചോദിക്കാറുണ്ട്, PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അതും നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ കുറെ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഞാൻ 3 ക്വസ്റ്റ്യനാണ് നിങ്ങളടുത്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. പ്രൈം മിനിസ്റ്ററിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ ഏജ്, ഏത് ഏജിലാണ് പ്രൈം മിനിസ്റ്റർക്ക് ആവാനുള്ള ഒരു യോഗ്യത, മിനിമം ഏജ് എത്രയാണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് പറഞ്ഞത്? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്? ഇപ്പൊ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ തന്നിട്ടുണ്ട്. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ്. ഞാൻ 3 ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ അടുത്ത് റിസർച്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ടച്ച് വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ഒരുപാട് ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 10th ലെവൽ PSC അങ്ങനെ PSC ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്നാലും ഞങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സെഷൻ തന്നിട്ടുള്ളത്. അതുകൂടാതെ വേറെ സെപ്പറേറ്റ് PDF എന്തായാലും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അഡീഷണൽ PDFസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസോ നിങ്ങൾക്ക് ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈഫ് ട്രാക്കിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനിവിടെ വാട്സാപ്പ് ചാനലിന്റെ ലിങ്കും നിങ്ങൾക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെയും അഡീഷണൽ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. താങ്ക്